ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഞാനൊരു വിക്രം ഫാനാണ്, പക്ഷെ എനിക്ക് കൊള്ളാം. വിക്രം സൂപ്പർ. ഷൂട്ടിങ്ങളൊക്കെ സിനിമയിൽ വരൂല്ലേ? விக்ரம் ஆக்டிங்காக பார்க்கலாம். நேஷனல் அவார்டு கிடைக்கும். ரொம்ப நல்லா பண்ணிருக்கு. ഭയങ്കര ഒരു തിരിച്ചുവരവാണ് കേട്ടോ. നമുക്ക് ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. അല്ല, ഒരു ക്ലൈമാക്സ് സീനൊക്കെ ഉണ്ടല്ലോ, ആ ഒരു ട്വിസ്റ്റൊക്കെ റിലീവ് ചെയ്യുന്ന ആ സീനൊക്കെ ഗംഭീരം. നമ്മളെ പാർവതിയൊക്കെ നമ്മൾ ഫെമിനിസ്റ്റാണ്, ആനയാണ്, ചേനയാണ്, പക്ഷെ അവരെ അഭിനയമൊക്കെ എൻ്റെ പൊന്നോ, ഒരു നാഷണൽ അവാർഡ് കുറഞ്ഞൊന്നും പ്രതീക്ഷിക്കുന്നു. അത്രയ്ക്ക് ഗംഭീരമാണ് കേട്ടോ. നെഗറ്റീവ് പറയുന്നത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ചുമ്മാ അതായത് ടൈം പാസിന് വേണ്ടിയിട്ട് സിനിമയെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യന് നെഗറ്റീവ് പറയത്തില്ല. സിനിമയായിട്ട് കാണുന്നവർക്ക് നെഗറ്റീവ് പറയാൻ പറ്റത്തില്ല. ഒരിടത്തും ഒരു ലാഗില്ല. നമ്മൾ സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ട് ഫസ്റ്റ് ഒരു തന്നെ ബൂംസ് ആയിട്ടുള്ളൊരു സോങ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഭയങ്കര എൻജോയ് ചെയ്യാനുള്ള മനസ്സുള്ളവർക്ക് അത് പറയാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലാതെ നെഗറ്റീവ് പറയുന്നവർ എനിക്കറിയത്തില്ല, എന്തിനു പറയുന്നതെന്ന് സത്യം പറഞ്ഞാൽ എനിക്കല്ല. അത്രയ്ക്ക് വർത്താണ്. നമ്മൾ കൊടുത്ത കാശിന് മുതലാക്കാൻ പറ്റുന്ന സിനിമയാണ്. മലയാളികളുടെ ഇതിൽ നമ്മുടെ മാളവിക ചെയ്തിട്ടുണ്ട്, ആരതി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ. എൻ്റെ പൊന്നും അതൊക്കെ നമ്മൾ മാളവികയാണോ ഇത് എന്ന് വെച്ചാൽ തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ അവിടെ ആ മേക്കപ്പും കോസ്റ്റ്യൂമും ഒരു രക്ഷയില്ല. അതിൽ വില്ലൻ ആയിട്ട് വരുന്ന ആൾ, നമുക്കറിയാം അയാൾ വില്ലനാണ്, പക്ഷെ എന്നാലും നമ്മളിങ്ങനെ ഹൈപ്പിൽ കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് അയാളെയൊക്കെ ഒന്ന് വിക്രം തന്നെ പുള്ളിനെ ഒന്ന് ഡൗൺ ചെയ്യുന്ന ആ ഒരു എങ്ങനെയാണത് വിവരിക്കേണ്ടത്, സീക്വൻസ് ഒക്കെ സൂപ്പർ. നെഗറ്റീവ് പറയുന്നവരെ നിങ്ങൾ മൈൻഡ് വയ്ക്കരുത്. സത്യമായിട്ട് സിനിമ വർക്കാണ്. എനിക്കിഷ്ടപ്പെട്ടില്ല കേട്ടോ. ഞാനൊരു വിക്രം ഫാനാണ്, പക്ഷെ എനിക്ക് പടം അത്രയും നന്നായിട്ട് തോന്നുന്നില്ല. ട്രെയിലർ കണ്ടിട്ടാണ് പടത്തിന് വന്നത്, പക്ഷെ എന്നാലും പടം മേക്ക് ചെയ്തിട്ടുള്ളതൊക്കെ കൊള്ളാം. പക്ഷെ എന്നാലും ആ കട്ട് ചെയ്തിരിക്കുന്ന സ്റ്റൈലൊന്നും എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല ആണ് മെയിനായിട്ട് പറയാനുള്ളത്. പെർഫോമൻസ് ഒക്കെ കൊള്ളാം. പാർവതിയുടെയും വിക്രമിൻ്റെയും പെർഫോമൻസ് ഒക്കെ അടിപൊളിയാണ്. ഓക്കെ, വിക്രം ഫാൻസിലുള്ളതാണ്, പക്ഷെ എന്നാൽ പോലും പടം പോരാ. പടം കൊള്ളാം. പണ്ടത്തെ കഥയൊക്കെ കുറച്ചെടുത്തിട്ടുണ്ട്. തങ്കത്തിനെ കുറിച്ചും പറയാനുണ്ട്, അത്രേ ഉള്ളൂ. കൊള്ളാം, നല്ല സിനിമയാണ്. ഇഷ്ടപ്പെട്ടു. നല്ല സിനിമയാണ്. കൊള്ളാം. മാസ് പുള്ളിയുടെ പി എ രഞ്ജിത്തിന്റെ ഒരു പൊളിറ്റിക്സ് ഉണ്ടല്ലോ, അതുണ്ട്. നല്ലതുപോലെ നല്ല പടം. പടം ഇഷ്ടപ്പെട്ടു. നല്ല ഫൈറ്റ് സീക്വൻസും ഇത് കൊള്ളാം. വിക്രം സൂപ്പർ. ഇഷ്ടപ്പെട്ടു. കൊള്ളാം. നല്ല പടം. പിന്നെ നല്ലൊരു ക്ലൈമാക്സ് ആണെങ്കിലും അതിന്റെ ഷൂട്ടിംഗ് ആണെങ്കിലും എല്ലാം നല്ല ക്ലീൻ ആണ്, നീറ്റാണ്. നല്ല ഫിലിമാണ്. നല്ല പടം. ഇഷ്ടപ്പെട്ടു. പടം കൊള്ളാം. സൂപ്പറായിട്ടുണ്ട് പടം. നല്ല പടം, സൂപ്പറായിരിക്കും. ഗുഡ് മൂവി. നല്ല പടം. விக்ரம் ஆக்டிங்காக பார்க்கலாம். தமிழ்நாடு படம் நல்லா இருக்கு. இல்லை அவ்வளோதான் கமெண்ட் நல்லா இருக்கு. விக்ரம் சார் ஆக்டிங் நல்லா இருக்கு, சூப்பராக பண்ணியிருக்காரு. கண்டிப்பாக அவருக்கு நேஷனல் அவார்டு கிடைக்கும். ரொம்ப நல்லா பண்ணியிருக்காரு. കൊള്ളാം. സ്റ്റോറി ഇഷ്ടപ്പെട്ടു. അവൻ്റെ നടിപ്പൊക്കെ പിന്നെ കൊള്ളാം. നല്ല ആക്ടിങ് കൊടുത്തിട്ടുണ്ട്. നല്ല അഭിനയം വിക്രമോ. പോരാ, സൂപ്പറാണ്, അടിപൊളി പടം. കൊള്ളാം, നല്ല പടമായിരുന്നു. പടം സൂപ്പറായിരുന്നു. എങ്ങനെയുണ്ട് നിങ്ങളെ? കുഴപ്പമില്ല. കൊള്ളാം. വേറെന്താ പറയാ, നന്നായിട്ടുണ്ട്. ആക്ടിങ് പക്ക. ക്യാരക്ടർ മെയിൻറ്റെയിൻ ചെയ്തു ലാസ്റ്റ് വരെ. ക്യാരക്ടർ വേറെ പറയാനോ, നന്നായിട്ട് നല്ല മേക്കിംഗ്. നല്ല അടിപൊളി, ഒന്നും പറയാനില്ല. കിടു ഏതാ അടിപൊളി, ഒന്നും പറയാനില്ല. സൂപ്പറാണ്. അടിപൊളി.
വളരെ നല്ല വർക്കാണ്. ഈ ഇടക്കാലത്ത് ഇത്രയും ബഡ്ജറ്റിൽ ചെയ്തോളൊന്നുമില്ല, അതില്ല ഗ്രാഫിക്സ് ഒന്നും കുഴപ്പമില്ല, എല്ലാം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്, വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കൊള്ളാം, പാർവതി തിരുവത്ത് കൊള്ളാം, വിക്രം കൊള്ളാം, എല്ലാവരും കൊള്ളാം, എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആർട്ടിഫിഷ്യാലിറ്റി അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല, ഒരു സീൻ പോലും അങ്ങനെ ഇല്ല. നെഗറ്റീവ് പറയാൻ സാധ്യതയുണ്ടോ? ഇല്ല ഇല്ല ഇല്ല, എനിക്ക് പറയാനില്ല, എൻ്റെ അഭിപ്രായത്തിലില്ല. അല്ല, ആരും പറയാൻ സാധ്യതയുണ്ടോ? ഇല്ല, അതാ ഞാൻ പറഞ്ഞ എൻ്റെ അഭിപ്രായത്തിൽ ഇല്ലാന്ന്. മറ്റുള്ളവർ പറഞ്ഞാൽ എനിക്കറിയത്തില്ല. ആവറേജ് ആണ്, ആവറേജ് ആണ്. വിക്രമൊക്കെ ഇഷ്ടപ്പെട്ട എന്താണ് പടത്തിൽ എടുത്തു പറയാനായിട്ട് എന്താണ് തോന്നുന്നത്? சியானோட டெடிகேஷன் பயங்கரமா இருந்துச்சு ப்ரோ. அப்புறம் விஎஃப்எக்ஸ் எல்லாம் நல்லா இருந்துச்சு. ஆவரேஜ் தான், மூவி ஆவரேஜ் தான், சொல்ற அளவுக்கு இல்லை. பட் பேஸ்ட் ஆன் ரியல் ஸ்டோரினால நல்லா இருந்துச்சு, நல்லா எடுத்துருந்தாங்க. மேக்கிங் எல்லாம் பக்கா. സൗണ്ട് ക്വാളിറ്റി ഒക്കെ எப்படி? சவுண்ட் குவாலிட்டி எல்லாம் நல்லா இருந்துச்சு. ലാഗ് എന്താ? லேக் செகண்ட் ஹாஃப்ல ஸ்டார்டிங்ல இருந்து கொஞ்சம் லேக் ஆயிருந்துச்சு. பட் ஓகே தான், ஆவரேஜ். പാർവതിയുടെ നടിപ്പ് எப்படி? அது சாம ப்ரோ, பக்கா நல்லா இருந்துச்சு. പടം ഹിറ്റ് അടിക്കുമോ? ப்ரோ சியான் டெடிகேஷன் அந்த பாரஞ்சித் ஸ்டோரி அதுக்காக பார்க்கலாம் கண்டிப்பா. സിയാനോട് ഒരു കമ്പാക്ക് തന്നെ. ப்ரோ கண்டிப்பா கம்பேக்கா இருக்கு, கண்டிப்பா இருக்கு. சரி ப்ரோ நல்லா இருக்கு, படத்தை பற்றி எப்படி இருக்கு, அந்த ஸ்டோரிയൊക്കെ எப்படி இருக்கு? நல்லா இருக்கு. செகண்ட் ஹாஃப் கொஞ்சம் ஒரு இதாக இருந்தாலும் நல்லா தான் இருக்கு. விக்ரத்தோட நடிப்புக்கு எப்படி இருக்கு? சூப்பராக அவர் டெடிகேஷன் பண்ணி பண்ணிருக்குது, ரொம்ப நல்லா இருந்தேன், சூப்பராகவே நடிச்சிருக்கு. பாரஞ்சித்தோட டைரக்ஷன் ഒക്കെ எப்படி இருக்கு? பார்த்ததில்ல பெருசா, நல்லா தான் இருந்துச்சு. எவ்வளோ லேக் இருந்தாலும் எப்படி இருக்கு? செகண்ட் ஹாஃப்ல கொஞ்சம் இருந்தாலும் நல்லா தான் சூப்பர். விக்ரத்தோட கம்பேக் தானே. சொல்லு, நல்லா தான் இருந்துச்சு. ഇഷ്ടപോലെ തന്നെ വിക്രമിന്റെ ആക്ടിംഗ് കൊള്ളായിരുന്നു. എടുത്തു പറയാൻ എന്താ ഇഷ്ടപ്പെട്ട സിനിമയ്ക്കകത്ത്? എടുത്തു പറയാനില്ല, പ്രതീക്ഷിച്ച പോലെ തന്നെ അടിപൊളിയായിരുന്നു പടം. കൊള്ളായിരുന്നു, നല്ല സിനിമയാണ് അത്യാവശ്യം. ഓ കൊള്ളാം, കഥ കൊള്ളാം, നല്ല കഥയുണ്ട് അത്യാവശ്യം, പിന്നെ നല്ല അഭിനയം, ആക്ടിങ് നല്ല.